സി പി എം യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്തുന്നത് തന്നെ ഈ ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായൊരു നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ സി പി എം അല്ലെങ്കിൽ കേരളത്തിലെ എൽ ഡി എഫ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇപ്പം കെ എം മാണിയുടെ പാർട്ടിയെ ഒഴിവാക്കി നിർത്തിയാൽ അതൊരു ഹിന്ദു ബേസുള്ള പാർട്ടിയാണ്. പിന്നോക്ക ദലിത് വോട്ടുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിത്തറ. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിന് മുമ്പുമായി സംഭവിച്ച കാര്യം, അത് പാർട്ടി തന്നെ പറഞ്ഞ കാര്യമാണ്, ഈ ഇഴവ വോട്ടുകൾ, പിന്നോക്ക വോട്ടുകളുടെ ബേസിലേക്ക് ബി ജെ പി കടന്നു കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹിന്ദു വോട്ടുകളെ തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് രാഷ്ട്രീയമായ വഴിയല്ല സി പി എം സ്വീകരിച്ചത്, മറിച്ച് ബി ജെ പി എന്ത് തരത്തിലുള്ള അജണ്ടയാണോ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തത്, അതായത് ഒരു വശത്ത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രചാരണം, ഹിന്ദു പ്രീണനം, ഏതാണ്ട് സമാനമായ തരത്തിൽ കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സാണ് യഥാർത്ഥത്തിൽ സി പി എം കേരളത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ രാഷ്ട്രീയമായ ഈ സ്ട്രാറ്റജി യഥാർത്ഥത്തിൽ ഒരു വലിയ പരാജയമായി എന്നത് ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പിന്നോക്ക ദലിത് വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഘട്ടം വരെ സി എ വിരുദ്ധ സമരത്തിൽ, അതുപോലെ തന്നെ പലസ്തീൻ പോലുള്ള ഇഷ്യൂസിലൊക്കെ ഒക്കെ തന്നെ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു പ്രതിച്ഛായ, ഒരു സെക്യുലർ പാർട്ടി എന്നുള്ളതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമായി കൺസോൾഡേറ്റ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ സി പി എം ഇപ്പോൾ നടത്തുന്ന ഈ പ്രചാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിക്കൊണ്ട് അവർ കാണിക്കുന്ന യഥാർത്ഥത്തിലൊരു മുസ്ലിങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ, മുസ്ലിങ്ങൾ ഒരു തരം ഈ മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ട ഒരു പാർട്ടിയാണോ, ആർ എസ് എസിനെ പോലെ അല്ലെങ്കിൽ ബി ജെ പി പോലെ ഭയപ്പെടേണ്ട, തങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നൊരു പാർട്ടിയാണോ എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കാനാണ് അവരുടെ ഈ സ്ട്രാറ്റജിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. മറുവശത്ത് തോന്നൽ സൃഷ്ടിക്കാന്ന് പറയുമ്പോൾ ആ തോന്നൽ മുസ്ലിങ്ങളിൽ സൃഷ്ടിക്കുന്നു, അതേപോലെ ഒരു വൈരാഗ്യ മനോഭാവം ഇതര മതവിഭാഗങ്ങളിലും സൃഷ്ടിക്കുന്നു. അതെ, അവർക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ളത് കൂടുതൽ മെച്ചപ്പെട്ട ഹിന്ദു പാർട്ടി ബി ജെ പി ആണ്, അല്ലെങ്കിൽ അവരുടെ സഖ്യമാണ്. ഇനി മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ജനങ്ങൾ ഈ കാലത്താണല്ലോ ജീവിക്കുന്നത്. തൊട്ട് മുമ്പുള്ള തിരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായൊരു കാര്യമാണ്. അവരിപ്പോൾ എത്ര മറച്ചു വെച്ചാലും അത് മൂടി വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഫലത്തിൽ രണ്ടുപേരും ഒരേ തരം ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹിന്ദു പാർട്ടിയാണല്ലോ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു ഇതിലേക്ക് എത്തും.